Hi all, welcome back to zoology class. Today we are going to discuss our last chapter, chemical coordination and integration. So chemical coordination and integration il ninnum include ചെയ്തിട്ടുള്ള focus area portions ആണ് ഇന്നത്തെ class. First topic, hypothalamus. Hypothalamus produces releasing hormone and inhibiting hormone. One, releasing hormone stimulate the secretion of pituitary hormones. Example, GnRH, gonadotropin releasing hormone, stimulate the pituitary gland for the synthesis and release of gonadotropins. That is, pituitary glandil നിന്നും ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് റിലീസിങ് ഹോർമോൺസ്. റിലീസിങ് ഹോർമോൺസ് പോയി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനോട് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് സ്റ്റിമുലേറ്റ് എന്നതിൻ്റെ സിമ്പിൾ മീനിങ്. ഓക്കെ, for example, GnRH, gonadotropin releasing hormone. This is an example for releasing hormone. So what is the function of this hormone? Pituitary glandine stimulate ചെയ്താൽ pituitary gland gonadotropins എന്ന ഹോർമോൺസ് റിലീസ് ചെയ്യും. GnRH പോയി pituitary glandine സ്റ്റിമുലേറ്റ് ചെയ്താൽ pituitary gland gonadotropins എന്ന് പറയുന്ന ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. സെക്കൻഡ് ഹോർമോൺ ഈസ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്. Inhibit the secretion of pituitary hormones. Example, somatostatin inhibits the release of growth hormone from the pituitary. Pituitary glandinde hormone production stop ചെയ്യാൻ വേണ്ടി റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്. ഫോർ എക്സാമ്പിൾ, സൊമാറ്റോസ്റ്റാറ്റിൻ എന്നത് ഇൻഹിബിറ്ററി ഹോർമോൺ ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ പോയി ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറയും. ദാറ്റ് ഈസ് ദ ഇൻഹിബിറ്റ് ദ സെക്രീഷൻ ഓഫ് ഹോർമോൺസ് ഫ്രം ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനും നിർത്തിവെക്കാനും ആരാണ് നിർദ്ദേശിക്കുന്നത്? ദാറ്റ് ഈസ് ഹൈപ്പോതലാമസ്. റിലീസിംഗ് ഹോർമോൺ സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺ ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഇൻഹിബിറ്റ് ദ സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. ആൻഡ് നെക്സ്റ്റ് ഈസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി ഓരോ ഹോർമോൺസും അതിൻ്റെ ഫങ്ഷൻസും നോക്കാം. സോ ഫസ്റ്റ് വൺ, GH. GH മീൻസ് ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഓഫ് ദ ബോഡി ഈസ് ദ ഫങ്ഷൻ. ബോഡി ഗ്രോത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് GH. നെക്സ്റ്റ് വൺ, TSH. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. സ്റ്റിമുലേറ്റ് സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് തൈറോയിഡ് ഹോർമോൺസ്. തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് TSH. FSH മീൻസ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. In male, stimulates spermatogenesis. In female, helps in the growth of ovarian follicle. Sperm formation, that is spermatogenesisനെ സഹായിക്കുന്നത് FSH ആണ്. സ്പേം ആണ് മെയിൽ ഗാമെറ്റ്. സോ സ്പേം ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് സ്പെർമാറ്റോജനസിസ്. ഇൻ ഫീമെയിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾ. ഓവറിക്കകത്ത് കാണുന്ന ഫോളിക്കിൾസ് ആണ് ഒവേറിയൻ ഫോളിക്കിൾ. സോ ഒവേറിയൻ ഫോളിക്കിളിൻ്റെ ഗ്രോത്തിനും സഹായിക്കുന്നത് FSH ആണ്. Oxytocin stimulates contraction of uterus at the time of childbirth, stimulate milk ejection from the mammary gland. So oxytocin helps in childbirth and also production of milk from mammary gland. That is, smooth musclesനെ കോൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. യൂട്രസിൽ കാണുന്നത് സ്മൂത്ത് മസിലാണ്. ഡെലിവറി സമയത്ത് യൂട്രസിലുള്ള സ്മൂത്ത് മസിൽ കോൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ ആണ്. അതേപോലെ തന്നെ മാമറി ഗ്ലാൻഡിൽ നിന്നും മിൽക്ക് ഇജക്റ്റ് ചെയ്യാനും ഓക്സിറ്റോസിൻ സഹായിക്കുന്നു. നെക്സ്റ്റ് ഹോർമോൺ ഈസ് വാസോപ്രസിൻ. സ്റ്റിമുലേറ്റ് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം കിഡ്നി ആൻഡ് ദെയർബൈ റെഡ്യൂസ് ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ, ദാറ്റ് ഈസ് ഡയൂറസിസ്. ഹെൻസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ഓർ ADH. So vasopressin is otherwise called ADH or antidiuretic hormone because it prevents diuresis. Diuresis means loss of water through urine. That is, vasopressin helps to reabsorb water from kidney. കിഡ്നീൻ്റെ ഫങ്ഷനാണ് യൂറിൻ ഫോർമേഷൻ. കിഡ്നിയിലുള്ള വാട്ടർ നമ്മുടെ ബോഡിയിലേക്ക് റീഅബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് വാസോപ്രസിൻ ആണ്. കിഡ്നിയിലുള്ള വാട്ടർ റീഅബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് യൂറിൻ വഴി വെള്ളം നഷ്ടപ്പെടുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ദാറ്റ് ഈസ് ഡയൂറസിസ് പ്രിവെൻറ്റ് ചെയ്യാം. സോ വാസോപ്രസിന് പറയുന്നത് ADH ഓർ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നാണ്. യൂറിൻ വഴി എക്സ്ട്രാ വാട്ടർ നഷ്ടപ്പെടുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ADH ഓർ വാസോപ്രസിൻ. നെക്സ്റ്റ് ഹെഡിങ്, ഹോർമോൺ ഡിസോർഡേഴ്സ്. ഹോർമോൺ പ്രൊഡക്ഷൻ കൂടുതലായാലോ കുറവായാലോ വരുന്ന ഡിസീസസ് ആണ് നെക്സ്റ്റ് ടോപ്പിക്, ഹോർമോൺ ഡിസോർഡേഴ്സ്.
First one, dwarfism. What is the reason? Low production of GH in childhood. GH means growth hormone. So growth hormone production കുറവാണെങ്കിൽ ചൈൽഡ്ഹുഡിൽ ഗ്രോത്ത് ഹോർമോൺ പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ ഡ്വാർഫിസം വരും. ഡ്വാർഫ് പീപ്പിൾ. ഓക്കെ. സിംറ്റംസ് സ്റ്റണ്ടഡ് ഗ്രോത്ത് ഉണ്ടായിരിക്കില്ല, വളർച്ച കുറവായിരിക്കും. ജൈജാൻഡിസം ഓവർ പ്രൊഡക്ഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ ചൈൽഡ്ഹുഡിൽ ഗ്രോത്ത് ഹോർമോൺ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്താൽ ജൈജാൻഡിസം വരും. ഓക്കെ. എബ്നോർമൽ ഗ്രോത്ത് ഓഫ് ദ ബോഡി എബ്നോർമലായി വളരും, ബോഡി കൂടുതലായി വളരും. അക്രോമെഗാലി ഓവർ പ്രൊഡക്ഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ അഡൾട്ട്ഹുഡിൽ അതായത് ചൈൽഡ്ഹുഡിലല്ല അഡൾട്ടായ ശേഷം ഗ്രോത്ത് ഹോർമോൺ പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ അക്രോമെഗാലി വരും. ആൻഡ് വാട്ട് ഈസ് ദ സിംറ്റം? ഡിസ്ഫിഗർമെൻറ്റ് ഇൻ ഫേസിൻ്റെ സ്ട്രക്ചർ, ഫിഗറിൽ മാറ്റം വരും, ഫേസിൻ്റെ ഫിഗർ മാറും. ഓക്കെ, സ്ട്രക്ചർ മാറും. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ലോ പ്രൊഡക്ഷൻ ഓഫ് എ ഡി എച്ച് ഓർ വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് വരും. ആൻഡ് വാട്ട് ഈസ് ദ സിംറ്റം? ഡയൂറേസിസ്. ദാറ്റ് മീൻസ് ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ വഴി കൂടുതൽ വാട്ടർ നഷ്ടപ്പെടും. ആൻഡ് ദെയർ ബൈ ഡീഹൈഡ്രേഷൻ മീൻസ് ബോഡിയിൽ വെള്ളമില്ലാത്ത അവസ്ഥയാണ് ഡീഹൈഡ്രേഷൻ. സോ ബിക്കോസ് ഓഫ് ദിസ് ഡീഹൈഡ്രേഷൻ ഒക്കേഴ്സ്. നെക്സ്റ്റ് ഗ്ലാൻഡ്, പീനിയൽ ഗ്ലാൻഡ്. Located on the dorsal side of forebrain, pineal gland secretes a hormone called melatonin. Forebrainന്റെ ഡോർസൽ സൈഡിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഗ്ലാൻഡാണ് പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ വാട്ട് ഈസ് ദാറ്റ്? മെലാറ്റോണിൻ. ഓക്കെ, പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് മെലാറ്റോണിൻ. ഫങ്ഷൻസ് ഓഫ് മെലാറ്റോണിൻ regulates a 24-hour or diurnal rhythm of our body, that is sleep-wake cycle, body temperature, etc. 24-hour rhythm മെയിൻറ്റെയിൻ ചെയ്യുന്നത് മെലാറ്റോണിൻ ആണ്. ഫോർ എക്സാമ്പിൾ സ്ലീപ്പിംഗ്, വേക്കിംഗ് അപ്പ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മെലാറ്റോണിൻ ആണ്. ആൻഡ് ഓൾസോ ബോഡി ടെമ്പറേച്ചർ. ഇൻഫ്ലുവൻസസ് മെറ്റബോളിസം, പിഗ്മെൻറ്റേഷൻ, മെൻസ്ട്രുവൽ സൈക്കിൾ ആൻഡ് ഡിഫൻസ് കാപ്പബിലിറ്റി. ഏതൊക്കെ പ്രോസസ്സിനെ ഈ ഹോർമോൺ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? മെറ്റബോളിസം, ദാറ്റ് ഈസ് കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ അവർ ബോഡി. പിഗ്മെൻറ്റേഷൻ, menstrual cycle and defense capability. Next gland is thyroid gland. Which are the thyroid gland hormones? Tetraiodothyronin or thyroxine T4, triiodothyronin or T3. What is its function? Regulates the basal metabolism, red blood cell RBC formation, control the metabolism of carbohydrate, protein and fat, maintenance of water and electrolyte balance. എന്തൊക്കെയാണ് ഫങ്ഷൻസ്? മെറ്റബോളിസം, ദാറ്റ് ഈസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നു. RBC ഫോർമേഷന് സഹായിക്കുന്നു. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ഇതിൻ്റെയൊക്കെ മെറ്റബോളിസത്തിന് സഹായിക്കുന്നു. ആൻഡ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്താൻ വേണ്ടിയും T4 ആൻഡ് T3 ഹോർമോൺസ് സഹായിക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ, സെക്കൻഡ് ഹോർമോൺ തൈറോകാൽസിറ്റോണിൻ TCT ഡിക്രീസസ് ദ കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ്. ബ്ലഡിലുള്ള കാൽഷ്യം ഡിക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് TCT. അതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ഹൈപ്പോകാൽസീമിക് ഹോർമോൺ. വൈ ഇറ്റ് ഈസ് കോൾഡ് ഹൈപ്പോകാൽസീമിക് ഹോർമോൺ? ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ടു ഡിക്രീസ് ദ കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ്. Next gland is parathyroid gland. 4 parathyroid glands are present on the back side of the thyroid gland. Secrete a peptide hormone called parathyroid hormone PTH. It is hypercalcemic hormone. So where is the location of parathyroid gland? On the back side of thyroid gland, and it produces a hormone called PTH, parathyroid hormone. Thyroid gland in the back side il കാണുന്ന gland ആണ്, 4 gland ആണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. പാരാതൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ PTH ഓർ പാരാതൈറോയിഡ് ഹോർമോൺ ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ ആണ്. ദാറ്റ് ഈസ് ബ്ലഡ് കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നത് PTH ആണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ. ഫങ്ഷൻസ് ഓഫ് PTH ഇൻക്രീസസ് ദ കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ് ബൈ ഫോളോവിങ് മെത്തേഡ്സ്. ബ്ലഡിലുള്ള കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. എങ്ങനെയൊക്കെ സഹായിക്കുന്നു? Dissolution of calcium from bones, reabsorbing calcium by the renal tubules, increasing calcium absorption from the digested food. ബ്ലഡിലെ കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബോൺസിൽ നിന്നും കാൽഷ്യം എടുക്കും, കിഡ്നിയിലെ റിനൽ ട്യൂബ്യൂൾസിൽ നിന്നും കാൽഷ്യം റീഅബ്സോർബ് ചെയ്യും,
ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്നും കാൽഷ്യം അബ്സോർബ് ചെയ്യും. ഈ പ്രോസസ്സിനൊക്കെ സഹായിക്കുന്നത് PTH or parathyroid hormones ആണ്. നെക്സ്റ്റ് ഈസ് adrenal gland. The adrenal medulla secretes two hormones called adrenaline or epinephrine and noradrenaline or norepinephrine. കിഡ്നീൻ്റെ മേലെ കാണുന്ന ഗ്ലാൻഡാണ് adrenal gland. So adrenal gland has two portions, cortex and medulla. ഇതിൽ മെഡുല്ല റീജിയൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് adrenaline or epinephrine and noradrenaline or norepinephrine. They are rapidly secreted in response to overcome any emergency situation. Emergency hormones, hormones of fight or flight. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നാലാണ് ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ട് ഈ ഹോർമോൺസിന് എന്ത് പറയും? എമർജൻസി ഹോർമോൺസ് അല്ലെങ്കിൽ ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ആൻഡ് ബിക്കോസ് ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് adrenaline and noradrenaline, what happens in our body? Increases alertness, pupillary dilation, piloerection, sweating, etc. ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം അലേർട്ട്നെസ് കൂടും, കണ്ണിൻ്റെ പ്യൂപ്പിൾ ഡയലേറ്റ് ഓർ എക്സ്പാൻഡ് ആകും, പൈലോ ഇറക്ഷൻ സ്കിന്നിൻ്റെ മേലെയുള്ള ഹെയർ ഇറക്റ്റ് ആകും, സ്വെറ്റ് ചെയ്യും. ഇൻക്രീസസ് ദ ഹാർട്ട് ബീറ്റ്, ദ സ്ട്രെങ്ത് ഓഫ് ഹാർട്ട് കോൺട്രാക്ഷൻ ആൻഡ് ദ റേറ്റ് ഓഫ് റെസ്പിറേഷൻ. നമ്മൾ എമർജൻസി സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് കൂടും അല്ലേ, റെസ്പിറേഷൻ റേറ്റ് കൂടും. സ്റ്റിമുലേറ്റ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ഇൻ ടു ഗ്ലൂക്കോസ്. ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയി മാറും, കാരണം നമുക്ക് ആ സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി എനർജി വേണം. സോ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയി മാറും, ഗ്ലൂക്കോസ് എനർജി പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് ഗ്ലാൻഡ് ഈസ് പാൻക്രിയാസ്. സോ ദർ ആർ ടു ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ പാൻക്രിയാസ്, glucagon and insulin. First one, glucagon, also called a hyperglycemic hormone, increases blood glucose level. ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഗ്ലൂക്കഗൺ ആണ്. ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഇൻക്രീസിംഗ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ? ബൈ ആക്ടിംഗ് ഓൺ ദ ഹെപ്പറ്റോസൈറ്റ്, ദാറ്റ് ഈസ് ലിവർ സെൽ, ആൻഡ് സ്റ്റിമുലേറ്റ് glycogenolysis, that is breakdown of glycogen to glucose. Stimulate gluconeogenesis also, reduces the cellular glucose uptake and utilization. എന്തൊക്കെയാണ് ഗ്ലൂക്കഗണിൻ്റെ ഫംഗ്ഷൻ? ഹെപ്പറ്റോസൈറ്റ്സ് ദാറ്റ് ഈസ് ലിവർ സെൽസിൽ പോയി ഗ്ലൈക്കോജനോളിസിസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഗ്ലൈക്കോജനോളിസിസ് മീൻസ് ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന പ്രോസസ്സ്. അതേപോലെ ഗ്ലൂക്കോനിയോജനസിസും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഗ്ലൂക്കോനിയോജനസിസ് മീൻസ് പുതുതായി ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്ന പ്രോസസ്സ്. സോ ഇത് രണ്ട് പ്രോസസ്സ് വഴി ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഓൾസോ റെഡ്യൂസസ് ദ സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. ഗ്ലൂക്കോസ് സെല്ല് യൂസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഗ്ലൂക്കഗൺ സഹായിക്കുന്നു. നെക്സ്റ്റ് ഹോർമോൺ ഓഫ് പാൻക്രിയാസിസ് ഇൻസുലിൻ ഓർ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ, ഡിക്രീസസ് ഗ്ലൂക്കോസ് ലെവൽ. ഗ്ലൂക്കോസ് ലെവൽ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഇൻസുലിൻ ആണ്. ഹൗ? ബൈ ആക്ടിംഗ് ഓൺ ഹെപ്പറ്റോസൈറ്റ്സ് ആൻഡ് എഡിപ്പോസൈറ്റ്സ് and enhances cellular glucose uptake and utilization, stimulates glycogenesis, that is conversion of glucose to glycogen. And how insulin decreases glucose level in blood? ബ്ലഡിൽ നിന്നും സെല്ലിലേക്ക് ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ആൻഡ് സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജനസിസ്, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റാൻ വേണ്ടി സഹായിക്കുന്നു. സോ ഗ്ലൂക്കഗൺ ഹെൽപ്സ് ടു ഇൻക്രീസ് ഗ്ലൂക്കോസ് ലെവൽ, ഇൻസുലിൻ ഹെൽപ്സ് ടു ഡിക്രീസ് ഗ്ലൂക്കോസ് ലെവൽ. നെക്സ്റ്റ് ഒരു ഡിസീസാണ് ഡയബറ്റിസ് മെലിറ്റസ്. പ്രൊലോങ്ഡ് ഹൈപ്പർ ഗ്ലൈസീമിയ, ലോ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ. ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് പ്രൊലോങ്ഡ് ഹൈപ്പർ ഗ്ലൈസീമിയ. ആൻഡ് വാട്ട് ആർ ദ സിംറ്റംസ്? ലോസ് ഓഫ് ഗ്ലൂക്കോസ് ത്രൂ യൂറിൻ, യൂറിൻ വഴി ഗ്ലൂക്കോസ് നഷ്ടപ്പെടും. ഫോർമേഷൻ ഓഫ് കീറ്റോൺ ബോഡീസ്, യൂറിനിൽ കീറ്റോൺ ബോഡീസ് ഫോം ചെയ്യും. നെക്സ്റ്റ് ഗ്ലാൻഡ് ഇസ് ടെസ്റ്റിസ്. ദിസ് ഇസ് സീൻ ഓൺലി ഇൻ മെയിൽ. ലൊക്കേറ്റഡ് ഇൻ ദ സ്ക്രോട്ടൽ സാക്ക്, സ്ക്രോട്ടൽ സാക്കിൽ കാണുന്ന മെയിൽ ഗ്ലാൻഡ് ആണ് ടെസ്റ്റിസ്. ലേഡിക് ഓർ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഇൻ ദ intertubular spaces produce hormones called androgens. Example for androgen is testosterone. Interstitial സെൽസിലുള്ള ലേഡിക് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ സെക്സ് ഹോർമോൺസ് ആണ് ആൻഡ്രോജൻസ്. ആൻഡ്രോജൻസിന് എക്സാമ്പിൾ ആണ് ടെസ്റ്റോസ്റ്റിറോൺ. ഫങ്ഷൻസ് ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ ഓർ മെയിൽ സെക്സ് ഹോർമോൺ: regulate the development, maturation and function of male accessory sex organs. മെയിൽ സെക്സ് ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റും മെച്ചുറേഷനും ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്നു. സ്റ്റിമുലേറ്റ് മസ്കുലാർ ഗ്രോത്ത്, ഗ്രോത്ത് ഓഫ് ഫേഷ്യൽ ആൻഡ് ആക്സിലറി ഹെയർ, അഗ്രസീവ്നെസ്, ലോ പിച്ച് ഓഫ് വോയിസ് എക്സെട്ര. സോ ഏതൊക്കെ പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്നു? മസിൽ ഗ്രോത്ത്,
ഫേഷ്യൽ ആൻഡ് ആക്സിയൽ ഹെയർ ഗ്രോത്ത്, അഗ്രസീവ്നെസ്, ലോ പിച്ച് വോയിസ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നു. സ്റ്റിമുലേറ്റ് ദ ഫോർമേഷൻ ഓഫ് സ്പേം, ദാറ്റ് ഈസ് സ്പെർമറ്റോജനസിസ്, സ്പേം ഫോർമേഷന് സഹായിക്കുന്നു. സ്പേം ആണ് മെയിൽ ഗാമറ്റ്. ഓക്കെ. നെക്സ്റ്റ് ഗ്ലാൻഡ് ഈസ് ഓവറി. ദിസ് ഈസ് സീൻ ഓൺലി ഇൻ ഫീമെയിൽസ്. ലൊക്കേറ്റഡ് ഇൻ ദ ഫീമെയിൽ അബ്ഡോമൻ. ഫീമെയിൽ അബ്ഡോമനിൽ കാണുന്ന ഗ്ലാൻഡ് ആണ് ഓവറി. ഒവേറിയൻ ഫോളിക്കിൾസ് പ്രൊഡ്യൂസ് ഈസ്ട്രജൻ. ഒവേറിയൻ ഫോളിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീമെയിൽ സെക്സ് ഹോർമോൺ ആണ് ഈസ്ട്രജൻ. ആഫ്റ്റർ ഓവുലേഷൻ ദ റപ്ചേർഡ് ഫോളിക്കിൾസ് ഫോം എ സ്ട്രക്ചർ കോൾഡ് കോർപ്പസ് ലൂട്ടിയം. ഒവേറിയൻ ഫോളിക്കിൾസ് പിന്നീട് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന സ്ട്രക്ചറായി മാറും. ആൻഡ് കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് പ്രൊജസ്റ്റിറോൺ. കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് പ്രൊജസ്റ്റിറോൺ. സോ ഫീമെയിൽ ഹോർമോൺസ് ഏതൊക്കെയാണ്? ദേ ആർ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്റ്റിറോൺ. And what are the functions of estrogen and progesterone? First one, estrogen stimulate the growth and activities of female secondary sex organs. Female sex organs in the growth in സഹായിക്കുന്നു. Stimulate development of growing ovarian follicle. Ovarian follicles in the development സഹായിക്കുന്നു. ഓവറിക്കകത്ത് കാണുന്ന follicles ആണ് ovarian follicles. Appearance of female secondary sex characters like high pitch of voice, etc. സോ ഫീമെയിൽസിൻ്റെ ഹൈ പിച്ച് ഓഫ് വോയിസിന് കാരണം ഈസ്ട്രോജൻ ഹോർമോൺ ആണ്. മാമറി ഗ്ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നത് ഈസ്ട്രോജൻ ആണ്. ഓക്കെ. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ മാമറി ഗ്ലാൻഡ് ഡെവലപ്മെൻറ്റ്. റെഗുലേറ്റ് ഫീമെയിൽ സെക്ഷൽ ബിഹേവിയർ. ഫീമെയിൽ സെക്ഷൽ ബിഹേവിയർ റെഗുലേറ്റ് ചെയ്യുന്നത് ഈസ്ട്രോജൻ ആണ്. നെക്സ്റ്റ് വൺ, പ്രൊജസ്റ്റിറോൺ സപ്പോർട്ട്സ് പ്രഗ്നൻസി. പ്രഗ്നൻസിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് പ്രൊജസ്റ്റിറോൺ ആണ്. ആക്ട് ഓൺ ദ മാമറി ഗ്ലാൻഡ് ആൻഡ് സ്റ്റിമുലേറ്റ് ദ ഫോർമേഷൻ ഓഫ് ആൽവിയോളൈ, സാക്ക് വിച്ച് സ്റ്റോർ മിൽക്ക് ആൻഡ് മിൽക്ക് സെക്രീഷൻ. And what is its other function? It works on mammary gland. Mammary glandil work ചെയ്ത് ആൽവിയോളൈ ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ആൽവിയോളൈ എന്ന് പറയുന്നത് മിൽക്ക് സ്റ്റോർ ചെയ്യുന്ന സ്ട്രക്ചറാണ്. മാമറി ഗ്ലാൻഡിൻ്റെ അകത്ത് കാണുന്ന മിൽക്ക് സ്റ്റോർ ചെയ്യുന്ന സ്ട്രക്ചറാണ് ആൽവിയോളൈ. സോ ആൽവിയോളൈ ഫോർമേഷനും മിൽക്ക് സെക്രീഷനും സഹായിക്കുന്നത് പ്രൊജസ്റ്റിറോൺ ആണ്. നെക്സ്റ്റ്, ഹോർമോൺസ് ഓഫ് അതർ ഓർഗൻസ്. നോർമലി ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, ബട്ട് ഓർഗൻസ് ഓൾസോ പ്രൊഡ്യൂസ് ഹോർമോൺസ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് നോർമലി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഗ്ലാൻഡ്സിനെ കൂടാതെ ചില ഓർഗൻസും ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഹാർട്ട്. വിച്ച് പാർട്ട് ഓഫ് ഹാർട്ട്? ഹാർട്ടിൻ്റെ ആർട്രിയൽ വാൾ പ്രൊഡ്യൂസസ് എ ഹോർമോൺ കോൾഡ് ANF, ആർട്രിയൽ നാട്രിയൂറേറ്റിക് ഫാക്ടർ. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ? ഡിക്രീസസ് ദ ബ്ലഡ് പ്രഷർ ബൈ ഡയലേറ്റിംഗ് ദ ബ്ലഡ് വെസൽ. ബ്ലഡ് വെസലിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ സഹായിച്ച് ബ്ലഡ് പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നത് ANF ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, കിഡ്നി. കിഡ്നിയിലുള്ള ജുക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് എറിത്രോപോയറ്റിൻ. ആൻഡ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് എറിത്രോപോയസിസ്. എറിത്രോപോയസിസ് മീൻസ് ഫോർമേഷൻ ഓഫ് RBC. സോ RBC ഫോർമേഷനെ സഹായിക്കുന്നത് എറിത്രോപോയറ്റിൻ.